ഇന്നലെ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ട ഒരു വാർത്തയാണ് സാക്ഷാൽ നമ്മുടെ സ്മൃതി ഇറാനി മാഡം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ മാറ്റം വന്നു, വില കുറച്ച് കാണാൻ പാടില്ലെന്നാണ്. എൻ്റെ സ്മൃതി ഇറാനി മാഡം, രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടേതായ വില എന്നുണ്ട്. അത് കുറയ്ക്കാൻ ശ്രമിച്ചതും അങ്ങനെ കുറയേണ്ടതല്ലെന്ന് പറഞ്ഞതും ഒക്കെ നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചതാണ്. ഏതായാലും ഈ തിരിച്ചറിവ് കുറേ നാളുകൾക്ക് മുമ്പുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഡെഡ് ബോഡി നമ്മൾ നടുവിൽ കിടത്തിയിട്ട് അതിൻ്റെ ചുറ്റിനും നിന്ന് മതപരമായ പ്രാർത്ഥനകൾ ചെല്ലുന്നവരുണ്ട്. ഇവരെ അനുഗ്രഹിച്ചങ്ങോട്ട് വിടുന്നു എന്നതാണ് സങ്കല്പം. അല്ലെങ്കിൽ അവർക്ക് അവിടെ പോകുന്ന ലോകത്ത് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇസ്ലാം മതത്തിലാണെങ്കിൽ കുഴിയിലെല്ലാം കിടത്തി ഖബറടക്കിയ ശേഷം തൽക്കീൻ എന്ന് പറയുന്ന രീതിയിൽ തലയ്ക്കും ഭാഗത്തിരുന്ന് ഇങ്ങനെ നിൻ്റെ റബ്ബാരാണ്, നിൻ്റെ പ്രവാചകനാരാണ്, നിൻ്റെ കിബില ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അള്ളാഹു ആണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിച്ചു പോകുന്നൊരു കാര്യമുണ്ട്, ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ അങ്ങോട്ട് പറയുന്ന കാര്യം മരണപ്പെട്ടു പോയവർ അനുഭവിക്കുകയാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ലോകത്ത്. പക്ഷേ ഇത് തിരിഞ്ഞിരുന്ന് ചുറ്റിനും നിൽക്കുന്നവരോട് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നാറുണ്ട്. കാരണം അവരാണ് ഇനിയും സത്യവും അസത്യവും ചെയ്യണോ, ധർമ്മവും അധർമ്മവും ചെയ്യണോ, സ്നേഹിക്കണോ ദ്രോഹിക്കണോ എന്ന് സ്വയം തീരുമാനിച്ച് ചെയ്യാനുള്ള ജീവനെന്ന് പറയുന്ന ആയുധം കയ്യിലുള്ളത്. മരണപ്പെട്ട ആൾ നിരപരാധിയായി, പാവമായി, നിഷ്കളങ്കനായി മടങ്ങിക്കഴിഞ്ഞു. ഞാനിത് പറഞ്ഞത് സ്മൃതി ഇറാനിക്കുള്ള ചിന്ത കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇതെന്തേ ഒരു 10 കൊല്ലം മുമ്പ് തോന്നിയില്ല എന്ന്. രാഹുൽ ഗാന്ധി എന്ന മനുഷ്യന് പരിചയസമ്പന്നത, അനുഭവങ്ങൾ, അദ്ദേഹം ജീവിച്ചു വളർന്ന സാഹചര്യങ്ങളിലെ വ്യത്യസ്തമായ രീതികളൊക്കെ കൊണ്ട് പല പരിമിതികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അനുഭവസമ്പത്തിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. അല്ലാതെ ആ മനുഷ്യൻ്റെ മൂല്യം ഒരു കാലഘട്ടത്തിലും കുറഞ്ഞിരുന്നില്ല. കാരണം ജനിച്ചപ്പോൾ തന്നെ രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ആ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയെന്നോണം ജന്മമെടുക്കുമ്പോൾ തന്നെ അതിലൊരു സവിശേഷമായ ജനറ്റിക് ഘടനയുണ്ട്. അത് സ്മൃതി ആൻറ്റിക്ക് മനസ്സിലാവില്ല. സ്മൃതി മാഡത്തിന് അറിയാവുന്നത് അവസരം മുതലാക്കി ഭാഷയും നാവുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അല്പനേട്ടങ്ങളിൽ അഹങ്കരിച്ച് അർമാദിച്ച് ആസ്വദിച്ച് എല്ലാവരുടെ മുന്നിലും ഹീറോ ആവാൻ ശ്രമിക്കുന്ന ഒരു വില കുറഞ്ഞ സംഗതിയാണ്. രാഹുൽ ഗാന്ധി തോൽവിയിലും ജയത്തിലും തിരിച്ചടിയിലും നേട്ടത്തിലും ഒരിക്കലും ആ മൂല്യം നഷ്ടപ്പെടുത്തുകയോ നിലവാരം കൈവിടുകയോ വ്യക്തിഹത്യ നടത്തുകയോ ഭയം കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ആളല്ല. എന്നാൽ മാഡം എന്തായിരുന്നു, എന്തെല്ലാം പുകിലായിരുന്നു. സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പേടിച്ചോടി, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, രാഹുൽ ആരാണ്, പിന്നെ കണ്ണിറുക്കി കാണിച്ചു, ആംഗ്യം കൊണ്ട് അപമാനിച്ചു. ഇതൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആരെങ്കിലും ഒരാൾ, എനിബഡി ഇൻ ഇന്ത്യൻ പാർലമെൻറ്റ് ഡെയർ ടു ഡു സംതിങ് ലൈക്ക് യു ഹാവ് ഡിഡ് ഇൻ ദ പാസ്റ്റ്. അതൊരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ടതാണ്, സ്വയം നടത്തേണ്ടതാണ്. കാരണം അത്രമേൽ ആക്ഷേപകരവും നിലവാരമില്ലാത്തതും തറ നിലവാരത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായാലും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം മാറിയതും വില കുറച്ച് കാണരുതെന്നുമൊക്കെ ഒരൊറ്റ തോൽവിയിലൂടെ മാഡം പഠിച്ചല്ലോ. അത് കാണുമ്പോൾ ഒരു സന്തോഷം. കാലമേ സാക്ഷി, കാലമേ മാപ്പ്.